ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴുത്ത മാങ്ങയാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത്. നമുക്ക് വൈകുന്നേരവും രാവിലെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഒരു പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിൻ്റെ തൊലി നീക്കം ചെയ്യാം. നല്ല സ്വാദുള്ള ഒരു പിട്ടാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കുന്നത്. മാങ്ങാപ്പുട്ട് നിങ്ങൾ ആരെങ്കിലും ഇത് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പം മാങ്ങയുടെ തൊലിയൊക്കെ ഫുള്ളായിട്ട് ചെത്തിക്കളഞ്ഞു. ഇനി ഇതിൻ്റെ പീസസ് ആക്കാം. ഒരു 2 വലിയ പീസ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ബാക്കിയുള്ള പീസസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെക്കണം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 2 പീസസ് ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പുട്ടുപൊടി എടുക്കാം. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമ്മൾ പിട്ടിനൊക്കെ കുഴക്കില്ല, അതേമാതിരി കുഴച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വീണ്ടും ഇതേമാതിരി തന്നെ കുഴച്ചെടുക്കണം. ഇനി മാങ്ങയുടെ ബാക്കി കഷ്ണങ്ങൾ ചെറിയ പീസസ് ആക്കിയിട്ട് നുറുക്കിയെടുക്കാം. നല്ല പഴുത്ത മാങ്ങയാണ് ഈ ഒരു റെസിപ്പിക്ക് യോജിച്ചത്. അതുകൊണ്ട് പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ, അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാത്രത്തിലോ വെച്ച് ആവി കയറ്റിയെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് തേങ്ങയും നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെള്ളം വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ആവി നന്നായിട്ട് വരുന്നുണ്ട്. ഈ പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് കുത്താവുന്നതാണ്. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ഇല വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് കുത്തുന്നത്. കാണാൻ തന്നെ എന്താ ഭംഗിയില്ലേ. അതേമാതിരി തന്നെയാണ് കഴിക്കാനും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തതും നമുക്ക് ഇതേമാതിരി റെഡിയാക്കി എടുക്കാവുന്നതാണ്. 1 കപ്പ് പുട്ടുപൊടി കൊണ്ട് 3 പുട്ടാണ് ഇതേമാതിരി കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.